ഫാനൊക്കെ വെച്ചാണ്ട് രണ്ടുപേരിരുന്നിട്ട് ഇവിടെ പൂക്കൾ അരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഹലോ, നമ്മുടെ ഈ ഒരു കുഞ്ഞ് തിരുവോണ ദിന വിശേഷങ്ങളാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ പൂക്കളത്തിന് തുടങ്ങുകയാണ്. നമ്മൾ തലേ ദിവസം തന്നെ പൂക്കളമൊക്കെ ഇട്ട് വെച്ചു. അപ്പോൾ മക്കളൊക്കെ ഇരുന്നിട്ട് പൂക്കളൊക്കെ അരിയാൻ കേട്ടോ. അവർക്ക് ഭയങ്കര ഇഷ്ടമായി. പൂക്കളരിയാനും പൂക്കളിടാനും ഒക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. അപ്പം നമ്മളിങ്ങനെ നമ്മളെക്കൊണ്ട് പറ്റാവുന്ന ഒരു കുഞ്ഞ് ഡിസൈനൊക്കെ ഒപ്പിച്ച് നമ്മളെല്ലാവരും കൂടി പൂക്കളം ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മൾ തലേ ദിവസം തന്നെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് രാത്രി കിടന്ന് സമാധാനമായിട്ട് ഉറങ്ങാമല്ലോ. അപ്പോൾ രാവിലെ എണീറ്റ് കഴിയുമ്പോൾ പിന്നെ പൂക്കളത്തിൻ്റെ ടെൻഷനൊന്നും വേണ്ട. അപ്പം ഞങ്ങൾ അത് കാരണം തലേ ദിവസം ചെയ്ത് വെച്ചു. പിന്നെ പിറ്റേ ദിവസം നമ്മൾ രാവിലെ തന്നെ അമ്പലത്തിലൊക്കെ പോയി എല്ലാവരും കൂടി കുളിച്ച് റെഡിയായി അമ്പലത്തിലൊക്കെ പോയി വന്നിട്ടാണ് നമ്മൾ ചായ കുടിക്കുന്നത്. അപ്പം ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഇതായിരുന്നു കേട്ടോ, ഇഡ്ഡലി സാമ്പാറുമായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കൂടി കഴിഞ്ഞിട്ടാണ് ഞാൻ റെഡിയായത്. അപ്പം ഞാനിത് എൻ്റെ ഓണത്തിന് വേണ്ടിയിട്ട് ഇങ്ങനത്തുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചായിരുന്നു. അതിനുശേഷം നമ്മളെല്ലാവരും കൂടി കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്ത് അങ്ങനെയൊക്കെ ആയിട്ട് നമ്മുടെ ഓണസദ്യ ഓർഡറായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ധാരാളം സമയം ഉണ്ടായിരുന്നു. അപ്പം നമ്മളിങ്ങനെ അതൊക്കെ റെഡിയാക്കിയിട്ട് ഇങ്ങനെ വീട്ടിലിരിക്കുകയായിരുന്നു കേട്ടോ. സദ്യയൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യണം. ഞങ്ങൾ ആദ്യമായിട്ടൊരു ഓണസദ്യ ഓർഡർ ചെയ്താണ്. എന്താവോ ഇതുവരെ വന്നില്ല. സമയം 12:15 ഇവിടെ കാത്തിരുന്ന് നോക്കാല്ലേ. സദ്യയിൽ കാണാം. അപ്പോൾ നമ്മുടെ ഓണസദ്യയൊക്കെ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതൊക്കെ കഴിക്കുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ഡ്യൂട്ടി. അപ്പോൾ ഇലയിലൊക്കെ ഇട്ട് ഓണസദ്യയൊക്കെ കഴിക്കുന്നതിൻ്റെ സന്തോഷത്തിലാണ് കുഞ്ഞുങ്ങളൊക്കെ. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഇരുന്നിട്ട് താഴത്തിരുന്ന് വർഷത്തിലൊരു തവണയൊക്കെ അല്ലേ നമ്മൾ ഇങ്ങനത്തേക്കുള്ള ഓരോരോ സന്തോഷങ്ങളൊക്കെ. ഇതൊക്കെ ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടോ എല്ലാവർക്കും. ഓണസദ്യ ഇങ്ങനെ ഇരുന്ന് താഴത്തിരുന്ന് കഴിക്കുന്നതും. ഇപ്പം നമ്മളിത് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് വയ്ക്കുന്നു. മുന്നേ നമുക്ക് അങ്ങനെയൊന്നും ചെയ്യില്ല. എന്നാലും നമ്മളെല്ലാ വർഷവും ഇതൊക്കെ തന്നെ ചെയ്യില്ലേ. നമുക്ക് ആ ഒരു മെമ്മറീസൊക്കെ നമ്മുടെ മനസ്സിൽ ഇന്നും ഉണ്ടാവണമല്ലോ. നമ്മൾ ഓണത്തിന് ഇങ്ങനെ ചെയ്യുന്നതും അതിൻ്റെ ഒരു പ്രത്യേകത വേണ്ടേ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ആ ദിവസത്തിന്. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷമായിട്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അച്ചാച്ചനും നിച്ചുമോനും കൂടി നിൽക്കുന്നതാണിട്ടത്. ഇതെൻ്റെ അച്ചാച്ചനാണ്. അച്ചാച്ചൻ ഇങ്ങനെ ഭയങ്കര ഓണക്കളിപ്പാട്ടും അതിൻ്റെയൊക്കെ ആളാണ് കേട്ടോ. ഇപ്പം അച്ചാച്ചന് കുറച്ച് ഏജൊക്കെ ആയപ്പോൾ അച്ചാച്ചൻ ഇങ്ങനെ മിണ്ടാതെ നിൽക്കുന്നതാണ്. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളിപ്പോൾ കുറേ നേരം ഇരുന്ന് സംസാരിച്ച് അതൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരാൻ നേരത്ത് നിച്ചുമോൻ്റെ മുണ്ട് ഉടുപ്പിക്കാൻ കേട്ടോ. അപ്പം അച്ഛനും അമ്മയാണത്. അവർ രണ്ടുപേരും കൂടി ശ്രമിച്ചാണ്. കാരണം നിച്ചുമോൻ ഒരിടത്ത് നിൽക്കുകയാണെങ്കിൽ അവൻ്റെ മുണ്ട് മര്യാദക്ക് ഉടുപ്പിക്കാം. ഇതിപ്പോൾ അവൻ കിടന്ന് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൻ്റെ ഇടയിൽ കൂടി അവനെ ഓടിച്ചിട്ട് പിടിച്ചാണ് അവർ മുണ്ട് ഉടുപ്പിച്ച് വിടുന്നത്. ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ അവൻ മുണ്ടൊക്കെ ഊരി അവിടെ കളഞ്ഞ് ഭയങ്കര ഫ്രീ ആയിട്ട് നടക്കരുത്. ഇപ്പം ഇത് കഴിഞ്ഞ് പിന്നെ അവർ രണ്ടുപേർക്കും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പരാതികൾ ഉണ്ടാവുമല്ലോ. അപ്പനെ അമ്മമ്മനെയൊക്കെ കണ്ടു കഴിയുമ്പോൾ ഓരോരോ പരാതികളും പരിഭവങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ പിന്നെ ഇറങ്ങിക്കഴിഞ്ഞ് യാത്ര പറഞ്ഞ് പോരാണ് എല്ലാവരുടെ അടുത്ത്. അപ്പം ഇത്രേ ഉള്ളൂ ഞങ്ങളുടെ ഓണദിനം. ബൈ ബൈ.